2025 an year of grace. 2025 കൃപയുടെ വർഷം. വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. ദൈവമക്കൾക്ക് 2025 അനുഗ്രഹം തന്നെയാണ്. 5 എന്ന നമ്പർ, 5 എന്ന് പറയുമ്പം കൃപയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 20-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 25-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അപ്പോൾ എല്ലാം 5, 5, 5, 5. ഇതൊരു മനോഹരമാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. ദൈവത്തിന് കണക്ക് മാറത്തില്ല. ദൈവത്തിന് നമ്പേഴ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ 2025 എന്നൊരു വർഷം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നതിനാൽ ഈ വർഷം കൃപയുടെ വർഷമെന്ന് വിശ്വാസികളോട് അധികാരത്തോടെ പറയാൻ നമുക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുള്ളവർക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. കൃപാസനം, തൻ്റെ കൃപാസനം എന്നേക്കുമായിട്ട് ക്രൂശ് മരണത്തോടെ തുറന്നു വെച്ചിരിക്കുന്നത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. കടന്നുവ അതൊക്കെ നിൽക്കരുത്. പ്രയാസപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ 2024 വരെ പ്രാർത്ഥിച്ചിട്ട് നേടാതിരിക്കുന്നതെല്ലാം ഈ ഒരു വർഷം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസാധ്യമെന്നുള്ള കാര്യങ്ങൾ സാധിച്ചു തരട്ടെ. ചെങ്കടൽ 2 പിളരട്ടെ. കർത്താവ് യോർദാൻ 2 മാറട്ടെ. ഏത് ശത്രുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ശത്രുവിനെ അഴിച്ചു മാറ്റാൻ ദൈവം തമ്പുരാൻ ഓർഡർ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ 5 എന്ന് പറയുന്നത് കൃപയാണ്. നമ്മൾ ഈ തന്നിരിക്കുന്ന സമയത്തെ വെറുതെ കളയരുത്, വേസ്റ്റ് ചെയ്യരുത്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഇത് കൃപാ ദിവസമാണ്. നമ്മളോട് പറയുന്നില്ല, കം അൺടു മീ ഓൾ ദോസ് ഹു ആർ വിയറി ആൻഡ് ഹെവി ലെയ്ഡൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും. അപ്പോൾ റെസ്റ്റ് അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാശ്വതമായ സാന്നിധ്യം ഒക്കെ ലഭിക്കണമെങ്കിൽ ഉണ്ട് എന്ന് ആദ്യം അറിയണം. ഇല്ലാതെ ഒരു കാര്യത്തിനുണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ട് പ്രയത്നിച്ചിട്ടും കാര്യമില്ല. കർത്താവ് പറയാണ്, എൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ട്, എൻ്റെ കൃപ പോരെ എന്ന് ചിലപ്പം ദൈവം ചോദിക്കുന്നത്. എൻ്റെ കൃപ മതി. അപ്പോൾ അത് ഒരാൾ വിളിച്ചു പറയുമ്പോൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്തൊക്കെ കഷ്ടമുണ്ടെങ്കിലും ദൈവം മതി, അവനാണ് എല്ലാത്തിനും. കാരണം ഭൂമിയും ഭൂതലത്തിലുള്ള സകലതും സൃഷ്ടിച്ചവനായ ദൈവം തൻ്റെ വാക്കുകൊണ്ട് സകലതും സൃഷ്ടിച്ചു എങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഒന്ന് പറയുവാൻ എത്ര പാടുണ്ടോ. ഒന്ന് പറയപ്പച്ച എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായാൽ മതി. പറയപ്പച്ച, അതിന് സാധിക്കും. ഈ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വിടുതൽ ഉണ്ടാക്കി തരണം. ഞാൻ നിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ഉത്തരം ലഭിക്കുവോളം ഞാൻ മാറിപ്പോകത്തില്ല എന്ന് പറയാനുള്ള കൃപയുണ്ടാകട്ടെ. നമ്മൾ 3 കാര്യങ്ങളാണ് ഈ 2025 കൃപയിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങൾ ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, ഓപ്പർച്യൂണിറ്റി. നമുക്ക് അവസരങ്ങൾ ദൈവം ഉണ്ടാക്കി തരികയാണ്. 2, പീപ്പിൾ. നമുക്ക് മനുഷ്യരെ ആവശ്യമുണ്ട്. 3, മണി, പണം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് ഓരോ സമയത്തും അവസരങ്ങൾ മുമ്പിൽ കൊണ്ടുതരും. ഇന്നൊരുന്ന അവസരം നാളെ വരത്തില്ല. ഇന്നത്തെ കൃപാവാതിൽ തുറന്നു വെച്ചത് എടുത്തില്ല എങ്കിൽ അത് നാളത്തേക്ക് പ്രയോജനമില്ല. ഒരാളുടെ ബാങ്കിൽ എല്ലാ ദിവസവും കർത്താവ് പറയുകയാണ്, ഞാൻ 1,00,000 രൂപ വീതം നിൻ്റെ ബാങ്കിൽ ഇടുകയാണ്. പക്ഷേ വൈകിട്ട് 10 മണിക്ക് മുമ്പ് അത് ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ദിവസം നമ്മളത് മുഴുവനും ചിലവാക്കിയെങ്കിൽ, അതുകൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും പ്രയോജനമാക്കിയെങ്കിൽ നല്ലത്. അതല്ല, അത് ഉപയോഗിക്കാതെ അത് കൂടട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നഷ്ടമായി പോവുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും അനുഭവിക്കത്തില്ല. അതുപോലെയാണ് കൃപയൊരു കറൻസി ആയിട്ട് കാണണം. ഇന്ന് തന്ന കൃപയിൽ ഞാൻ നിൻ്റെ സന്നിധിയിലിരുന്ന് എന്ത് നേടും? നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ഓടി വരികയാണ്. അർഹിക്കാത്ത അനുഗ്രഹങ്ങളും കൃപകളും ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2025 അധികമായ കൃപകളെ കൊണ്ട് വാതിൽ തുറക്കട്ടെ. അപ്പോൾ അവസരങ്ങൾ, നമ്മൾ ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഓൾറെഡി, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദ സീഡ് ഈസ് പ്ലാന്റഡ് ഇൻ ദ പ്ലാന്റ് ഇറ്റ് സെൽഫ്. അതായത് അതത് വിത്തുകൾ അതിനകത്ത് ഇട്ടിട്ടാണ് ദൈവം സൃഷ്ടിയെ ഉണ്ടാക്കിയത് പോലും. നമ്മൾ എഴുതുന്ന ഈ പേപ്പറുകൾ ഇത്
വുഡിനകത്ത് അടിക്കകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം അത് പൂക്കളിനകത്തും ചില ബാർക്കിനകത്തും അല്ലെങ്കിൽ ചില വൃക്ഷത്തിൻ്റെ തൊലിയിലും വൃക്ഷത്തിൻ്റെ അകത്തും അത് കയറ്റി വെച്ചിരിക്കുകയാണ്, ചില ഇലയിലുമുണ്ട്. ഇതൊക്കെ എല്ലാം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആവശ്യമുള്ളവൻ അത് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഉപയോഗിക്കുന്നവനാണ് മിടുക്കൻ. അപ്പം ഈ അവസരങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ അങ്ങനെ അങ്ങ് തുറന്നു വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പെർഫ്യൂം, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഒരു റോസിൽ നിന്നോ ഒരു മുല്ലപ്പൂവിൽ നിന്നോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വരുന്നില്ല. നമ്മളത് എത്രയോ ഡിസ്റ്റിൽ ചെയ്ത് അതിൻ്റെ സ്മെല്ല് അത് ക്യാപ്ചർ ചെയ്ത് ഓയിലാക്കി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അവയെല്ലാം ചിപ്പുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആർട്ടിഫിഷ്യലായിട്ട് പലത് എല്ലാം ദൈവം സൃഷ്ടിച്ചതിൽ നിന്ന് എടുത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മളാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ആ ഒരു സത്യം മനസ്സിലാക്കണം. ജീവനെ ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും നോക്കൂല. ദൈവം തന്ന ജീവനിനകത്തുനിന്ന് നമുക്ക് പലതും ഉണ്ടാക്കാം. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാൻസ്, there is a room to maneuver. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സക്സസ് ഈസ് ഓൾ അബൌട്ട് ഓപ്പർച്യൂണിറ്റി. ട്രൈ ടു ലീഡ് എ റെസ്പോൺസിബിൾ ലൈഫ്, പ്ലാൻ എഹെഡ്. അതായത് നമ്മൾ ഒരു ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഞാനീ പറയുമ്പോൾ എന്താണ് ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അത് ഞാൻ ഉത്തരവാദിത്വത്തോടെ ചെയ്യുകയാണ്. ഇന്ന് എന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓപ്പർച്യൂണിറ്റി വരുന്നത് നമ്മളുടെ ചുറ്റുപാടുമുണ്ട്. ഇപ്പം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് തയ്ക്കാൻ അറിയാമെങ്കിൽ വീട്ടിലൊരു വരുമാനം ഉണ്ടാക്കാം. ചെടി നട്ടിട്ട് അതിൽ നിന്ന് ഫലമുണ്ടാക്കിക്കാനോ അല്ലെങ്കിൽ കായ്കനികൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അതിൽ നിന്നുണ്ടാക്കാം. ഗാർഡൻ നടുന്നവർക്ക് ഉണ്ടാക്കാം. അതല്ല നമുക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ ട്യൂഷൻ എടുക്കാം. അതല്ല നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനാണെങ്കിൽ അതിനൊരു കൗൺസിലിംഗ് നമുക്ക് തുടങ്ങാം. നമ്മൾ പുരുഷന്മാരാണെങ്കിൽ ഏതെങ്കിലും ജോലി ഏതാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് എനിക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ പോയി കമ്പ്യൂട്ടർ, അല്ല എനിക്ക് പഠിപ്പിക്കാനാണ് കഴിവെങ്കിൽ ഞാൻ കുറച്ച് പേരെങ്കിലും വോളണ്ടിയറി ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. അല്ല കൃഷിയാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഫീൽഡിലേക്ക് അനേകരോട് ചോദിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അല്പമായിട്ട് തുടങ്ങിയവരാണ് വലുതാകുന്നത്, അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് തുടങ്ങി വലുതായിട്ട് തുടങ്ങുന്നവർ നാളെ ഇല്ലാതാകുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങുന്നതും വർദ്ധിപ്പിച്ചു തരുന്നത് എങ്ങനെ നമ്മുടെ അവസരങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നു. ആരുടെ ബുദ്ധിക്കകത്ത്, ആരുടെ ശരീരത്തിൽ, ആരുടെ ദേഹത്തിൽ ദൈവം കഴിവുകളിട്ടാതെ സൃഷ്ടിച്ചിരിക്കുന്നതില്ലേ? കൈകൾക്ക് 10 വിരൽ തന്നിരിക്കുന്നത് ഉപയോഗിക്കാനാണ്, കാലുകൾ തന്നിരിക്കുന്നത് നടക്കാൻ. ഇവയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എട്രോപ്പി വരും, അതായത് നമ്മൾക്ക് പിന്നെ നടക്കാനുള്ള ശക്തിയില്ലാതെ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കാതിരിക്കുന്നവരോട് കർത്താവിൻ്റെ ആത്മാവിൽ പറയുകയാണ്, എഴുന്നേൽറ്റ് പ്രകാശിക്കാം. ഡു സംതിങ് യുവർ സെൽഫ്, റൈറ്റ് എ ബുക്ക്, സ്റ്റാർട്ട് എ ഗാർഡൻ, പ്ലാന്റ് സം ഗുഡ് trees, start selling something, make some money, learn to invest, learn music, enter some sports, sing songs, relax. എന്തെല്ലാം ചെയ്യും. സ്വിമ്മിങ് അറിയാമോ? ചെയ്യേ. 4 പേരെ പഠിപ്പിക്കാൻ തുടങ്ങ. നിനക്ക് ഏതിലാണ് ദൈവം തന്നിരിക്കുന്ന കഴിവെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കടന്നു വന്ന് ആത്മാവ് പറയുന്നു, ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതെല്ലാം നിൻ്റെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റിയാണ്, എടുത്ത് ഉപയോഗിക്കാം. സങ്കീർത്തനം സദൃശ്യവാക്യം 13:22 പറയുന്നത്, ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. അതായത് ദ റൈച്ചസ് മാൻ ലിവത്ത് ആൻ ഇൻഹെറിറ്റൻസ്. അതായത് ഗുണവാനായ മനുഷ്യൻ മക്കളുടെ മക്കൾക്ക് പോലും സമ്പത്ത് സൂക്ഷിച്ചു വെക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയാൽ പല തലമുറകളുടെ മുമ്പിലുള്ളവർ അവരെ ഏൽപ്പിച്ച സ്വത്തോ അല്ലെ കഴിവോ ശരിയായിട്ട് ഉപയോഗിച്ചവരാണ് ഇന്ന് വലിയവരായിട്ട് നമ്മൾ കാണുന്നത്. അതല്ല, ചിലർ പെട്ടെന്ന് വരുന്നവരുമുണ്ട്, പക്ഷേ അത് വളരെ കുറച്ചാണ്. നമ്മൾ അതാണ് മാത്രം വിളിച്ചു പറയുന്നതെങ്കിലും തലമുറയായിട്ട് നമ്മുടെ മുമ്പിൽ, തലമുറകൾക്ക് മുമ്പിൽ നമ്മുടെ പിതാക്കന്മാർ ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗവത്താക്കിയായിട്ട് നമ്മളെ ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരുടെയും മുമ്പിലുണ്ട്, എടുത്തുപയോഗിക്കാം.
നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കടന്നു വാ. അത് നമ്മുടെ മുഖാമുഖം സൃഷ്ടിച്ചവൻ്റെ അടുക്കലേക്ക് ചെന്നെങ്കിൽ എൻ്റെ യഥാർത്ഥ കഴിവ്, എനിക്കുള്ള കഴിവ് ഞാൻ തിരിച്ചറിയുന്നതാണ് ഭാഗ്യം. 2025 നിങ്ങൾക്ക് ഉള്ളിലുള്ള ഏത് വിത്താണ് ഏറ്റവും ഫലപ്രദമാകാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാമെന്ന് വാഗ്ദത്തം ഉടമ്പടി എടുത്തിട്ട് മുൻപോട്ട് ഈ വർഷം നിങ്ങൾക്ക് അധികമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കാമെന്ന് എഴുന്നേറ്റ് പ്രകാശിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് 2025 കൃപയുടെ വർഷമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. 3 പ്രാവശ്യം 5, 5, 5 വരത്തക്ക വിധത്തിൽ സംഖ്യകൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാനുള്ള ശക്തിയും വിശ്വാസവും പ്രാപ്തിയും ഞാൻ കിട്ടുതരണം. അല്ല, ഇന്ന് വരെ ചെയ്യണ്ട എന്ന് വിചാരിച്ചത് ചെയ്യാൻ എനിക്ക് ഒക്കും എന്നുള്ള ഒരു ബോധം. പലരും കർത്താവേ പ്രയാസം വരുമ്പോൾ അവരാൽ അറിയാവുന്ന ചില കാര്യങ്ങളിലെങ്കിലും ചെയ്യാനായിട്ട് എത്രയോ പേര് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കി, ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ഒരാളുടെ ഗാർഡൻ പോയി ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ചെടികളും വിത്തുകളും കൊണ്ടു കൊടുത്തിട്ടായിരിക്കും. എന്തെല്ലാം തരത്തിൽ, ഇതൊക്കെ ചെറിയ തരത്തിൽ, ഉന്നതമായ തരത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കുള്ളിലിട്ടിരിക്കുന്ന ശക്തി എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അത് ശരിയായിട്ട് ഉപയോഗിച്ച് ഈ വർഷം അത് ഫലവത്താക്കി, അത് നിറച്ച് ഫലമുണ്ടാക്കി, അതിൽ വിത്തുണ്ടാക്കിയിട്ട് അത് ശേഖരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വർഷമാക്കി ഇതിനെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നാഥൻ തന്നിരിക്കുന്ന കഴിവുകൾ പുറത്തോട്ട് വരട്ടെ. ഇതുവരെ ഇരുട്ടിലിരുന്ന വലിയ ദൈവത്തിൻ്റെ ശക്തി നാമ്പോടെ പുറത്തോട്ട് വന്ന് ജീവവൃക്ഷമായി മാറട്ടെ. അപ്പച്ച, അവിടുന്ന് അത് ചെയ്യാൻ പോകുന്നതിന് നന്ദി കർത്താവേ. ഇന്ന് ഞാൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മടിയാണെന്ന് വിചാരിച്ചത് എഴുന്നേറ്റ് ചെയ്യാൻ ഇന്ന് ഇതോടുകൂടി പ്രത്യേക കൃപ തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക തന്നെയല്ല, ഞങ്ങളുടെ കൈകൾ കൊണ്ട് തുടങ്ങുന്നത് അടുത്ത തലമുറകൾക്ക് പോലും അനുഗ്രഹമായി തീരുമെന്ന് ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി, സ്തോത്രം. നാഥൻ്റെ തോട്ടത്തിനകത്ത് നിന്ന് ചെയ്യാൻ പഠിപ്പിക്കട്ടെ. എന്തെങ്കിലും നീ ചെയ്തു തരുമ്പോൾ, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിനക്ക് മഹത്വം തരാൻ കൂടെ ഞങ്ങളെ പഠിപ്പിക്കട്ടെ. ഇത് തലമുറയായിട്ട് കടന്നു ചെല്ലട്ടെ. പക്ഷെ എന്തായിരുന്നു അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുത്ത് മറ്റുള്ളവർക്കൂടെ കൊടുത്ത് ഞങ്ങൾ ഇത് ജീവ വെളിച്ചമായിട്ട് നിൽക്കുവാൻ തക്കണം അനുവദിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.